ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, രണ്ട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. ഒന്ന് മൈത്രേയൻ ഗസ്റ്റായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനകീയ കോടതിയുടെ എപ്പിസോഡ്. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഈ ഒരു ജനകീയ കോടതിയുടെ ആ ഒരു എപ്പിസോഡിന് റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് വീഡിയോസിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ചെയ്യാണ്ടി പോകുന്നത് ഈ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ പുള്ളി ചെയ്ത ഒരു വീഡിയോ, അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ മിക്ക ആൾക്കാരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉണ്ണി വ്ളോഗ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെൻ്റെ വീഡിയോ വിഷ്വൽ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ഉണ്ണി വ്ളോഗ്സിൻ്റെ ഓഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതെനിക്ക് കുറച്ചും കൂടി എഡിറ്റിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ താൻ പോടോ, താൻ എണീറ്റ് പോടോ എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സമാധാനത്തിൽ സംസാരിക്കുന്ന ആൾ ചിലപ്പോൾ പ്രകോപിപ്പിക്കപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ആ വാദത്തിന് തന്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ഒരാൾക്ക് പറ്റും. പക്ഷെ ഓൾറെഡി പ്രകോപിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊടുത്താൽ മതി, അയാൾ അങ്ങ് ചൂടാക്കി കൊടുക്കും. അപ്പൊ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. ഈ ടെക്നിക്കിനെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ അതേസമയം നമ്മൾ ഈ മറ്റേ ക്യൂട്ട്നെസ് ഇന്റർവ്യൂവേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ ഇന്റർവ്യൂസ് എടുത്ത് അപ്പോൾ ഞാൻ വീഡിയോയുടെ ഒരു ഏകദേശം ഒരു 9ാമത്തെ മിനിറ്റ് മുതലാണ് ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മൈത്രേൻ്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും പുള്ളി അത് പരിണാമപരമായിട്ട് ബന്ധിപ്പിക്കുകയും അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററി മുതൽ പറഞ്ഞു തുടങ്ങുകയും ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ ഒരാളൊരു ചോദിച്ചു ചോദിക്കുകയാണ്, ഇന്നത്തെ വിവാഹത്തിൽ ഡിവോഴ്സുകൾ കൂടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി വിവാഹം എന്താണെന്നും വിവാഹം എവിടെ നിന്നും തുടങ്ങിയെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അങ്ങനത്തെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ചെയ്യുക. അത് നമുക്കതൊരു മൂവി കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഒരു ആൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. ചിലപ്പോൾ അതിന് വേറൊരു സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ ഇത്രയും പറഞ്ഞു തന്നപ്പോഴത്തേക്കും ആ ഒരു സെക്കൻഡറി ക്വസ്റ്റ്യനും കൂടിയിട്ടുള്ള ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാകാതെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. പുള്ളി പറയുന്നത് നല്ലപോലെ കണക്റ്റ് ആയിട്ടുണ്ട്. ഏതൊരു ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നിട്ടൊക്കെയാണ് കാര്യങ്ങൾ പുള്ളി എടുത്ത് പറയുക. അപ്പം അതിൽ ഇതേപോലെ എന്താ പറയുക, ഓൾറെഡി അതിന് ആൻസർ തന്നിട്ട് പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ദേഷ്യം വരാറുണ്ട്. അപ്പം ആ ഒരു കാര്യം ഒരിക്കലും ഇങ്ങനെ പറയുന്നത്. അതേപോലെ നടന്ന ആ ഒരു ജനകീയ കോടതി എന്നുള്ള ആ ഒരു എപ്പിസോഡ്, അതിൻ്റെ പല എപ്പിസോഡും നമ്മൾ കണ്ടറിയാം, രണ്ടിലും ഒരു ഒപ്പോസിഷൻ വിഭാഗം ഉണ്ടാവും. അത് ഒരു ഡിബേറ്റ് എന്നുള്ളൊരു ഫോർമാറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൈത്രേൻ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസുള്ള ആൻസർ ഇങ്ങനെ ഇതേപോലെ ഹിസ്റ്ററിയും എവല്യൂഷനൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും തന്നെ ചിലപ്പോൾ ഒരു ½ an hour to 1 hour വരെ അതിൻ്റെ ആൻസർ പറയാനായിട്ടുള്ള ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ആകെ 1 hour ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും അതിൽ ഈ ആൻസർ പറയാനായിട്ടുള്ള സമയം കിട്ടാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു എപ്പിസോഡിൽ. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിബേറ്റിന് എന്തായാലും പേഴ്സണലി മൈത്രേയൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അതിൽ ഒരു ഉത്തരം പറയുമ്പോഴത്തേക്ക് അത് ഫുള്ളായിട്ട് പറയാനായിട്ടുള്ള ഒരു ടൈമിങ് അവിടെ ഉണ്ടാകത്തില്ല. എൻ്റെ ആൻസറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നമുക്ക് കുറേ ടൈം കിട്ടുകയും അതിൽ ആൻസർ പൂർണ്ണമാക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഡിബേറ്റ് ഫോർമാറ്റ് ആയതുകൊണ്ടിട്ട് പുള്ളിക്ക് അവിടെ ആൻസേഴ്സ് പലതും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും പുതിയതായിട്ട് പുള്ളിയുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പല കൺഫ്യൂഷൻ തോന്നുകയും മൈത്രേയൻ്റെ സൈഡ് വളരെ നെഗറ്റീവാണ് അല്ലെങ്കിൽ വളരെ ഒരു മോശം മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. ഒരു മാന്യമായി സംസാരിക്കുന്ന മൈത്രേയൻ പറയുന്നത് എല്ലാം ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലെ. കാര്യം ഇവരെല്ലാവരും ഇതെല്ലാം എന്തോ ഭയങ്കര കാര്യമൊക്കെ കേൾക്കുന്ന പോലെ ആണോ എന്ന് പറഞ്ഞ് കേട്ടിരിക്കും. അവിടെ ഒന്നും മൈത്രേയന് കുഴപ്പമില്ല. പക്ഷേ തിരിച്ചു ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത്, തിരിച്ചു വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മൈത്രേയന് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പരസ്പര ബഹുമാനമില്ലാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ, അയാളുടെ കഴിവുകളെ, അയാൾ കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ച് വിമർശനം ഉണ്ടാകുന്നത് പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതൽ ഞാൻ പറഞ്ഞത് ഈ ഒരു രീതിയിലാണ്. ഓൾറെഡി പുള്ളി ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അത് മനസ്സിലാകാതെ പിന്നെ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കുമാണ് ചിലപ്പോൾ ദേഷ്യം കയറുന്നത്. അത് ചിലപ്പോൾ മിക്കവാറും ഈ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂവർ, അത് ആ ഇൻ്റർവ്യൂവറിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് അതിൻ്റെ ഡയറക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ബന്ധമില്ലാത്ത ആൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂവറിന് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പുള്ളി പറഞ്ഞത് മനസ്സിലാക്കുമെന്നില്ല. ആ ഒരു
പുള്ളി പറയാൻ വേണ്ടി ഇപ്പോൾ സെക്കൻഡറി ക്വസ്റ്റിനിൽ തന്നെ ഓൾറെഡി അതിൽ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെയും അത് ചോദിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടാണെങ്കിൽ ആർക്കും ദേഷ്യം കയറും. അത് ഇതേ രീതിയിൽ ആ ഒരു ഇൻ്റർവ്യൂവറിന് ആരെങ്കിലും പറയാനുള്ള ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കുകയും അതിനോട് ഒട്ടും തന്നെ കണക്ഷൻ ഇല്ലാണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ദേഷ്യമായിരിക്കാം. ഒരു മനുഷ്യനായി പോലും അയാൾ അംഗീകരിക്കാത്ത രീതിയിൽ അയാളെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതി അതൊരിക്കലും ഒരു ആധുനിക മനുഷ്യന്റെ രീതിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ആ ഹാഷ്മിനെയുള്ള മനുഷ്യനായി പോലും അംഗീകരിക്കാണ്ട് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരിക്കലും മൈത്രേയൻ അങ്ങനെ ചെയ്യുമെന്ന് ഓർക്കുന്നില്ല. കാരണം പുള്ളി ഒരു ആക്ടിവിസ്റ്റാണ്. ലൈഫ് ഫുള്ളും പല പല ഡിവേഴ്സ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ്. നമ്മളുടെ ഗവൺമെൻറ് പോലും ഇടപെടാതെ മാറ്റി നിർത്തിയിരുന്ന പല അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സമയം മാറ്റിവെക്കുകയും ചെയ്തതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ മനുഷ്യനായി പോലും കാണുന്നില്ല എന്നൊക്കെ അത് ജസ്റ്റ് ആ ഒരു ആ ഒരു ചോദ്യത്തിൻ്റെ വേളയിലെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കും. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പലവരും പോകാൻ മടിക്കുന്ന സാഹചര്യത്തിലൂടെ പോവുകയും പല ആൾക്കാർക്ക് വേണ്ടി പല സഹായങ്ങൾ ചെയ്യുകയും പലതും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പല ആൾക്കാർക്കും പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും മൈത്രേയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും മോശമായി തോന്നിയ വാദം എന്ന് പറയുന്നത് നമ്മൾ ഈ ലഹരിയെ ലീഗലൈസ് ചെയ്യണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാദമാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നിരോധിക്കുകയാണെങ്കിൽ അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുന്നില്ല. രഹസ്യമായി അത് ചെയ്യുന്ന ഒരു ലോകം ഇവിടെ ഉണ്ടായി വരികയാണ് ചെയ്യുക. ശരിയാണ്, ഇപ്പൊ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ ഇല്ലാതാവുന്നില്ല. ആയുധങ്ങളെ രഹസ്യമായി ഉപയോഗിക്കുന്ന, അതുകൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു രഹസ്യ ലോകം ഇവിടെ ഉണ്ടായി വരും എന്നുള്ളതാണ് സംഭവിക്കുക. പക്ഷേ നമ്മൾ ഈ മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന വാദവുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റില്ല. പലപ്പോഴും മൈത്രേയൻ ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ എനിക്ക് ഭയങ്കര ലോജിക്ലെസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സന്യാസമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കാം ഗോത്രങ്ങളും സന്യാസികളും ഒക്കെ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അത് അവരുടെ ബോധമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ലീഗലൈസ് ചെയ്തതിനു ശേഷം നിയന്ത്രിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ആളുകളുടെ ചോയ്സ് ആയിട്ട് മാറും. കാരണം ഇത് അവൈലബിൾ ആണ്, ഇത് ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ വേണമെന്നും വേണ്ടെന്നൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് മൈത്രേയൻ പറയുന്നത്. അപ്പൊ ഹാഷ്മി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അതെനിക്കൊരു ഗംഭീര ചോദ്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മദ്യം ഇവിടെ ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണല്ലോ. പക്ഷെ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിനെ കുറിച്ച് നമ്മൾ എത്ര ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ അത് അംഗീകരിക്കുന്നില്ല. ശരിയാണ്, ഇപ്പൊ മദ്യവർജനം എന്നുള്ളത് വേണ്ട, നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കൂ എന്നുള്ള സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ആളുകൾ പോലും മദ്യപിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കോട്ടയം കമിഴ്ത്തുന്ന പോലെയാണ് അടിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്താൽ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവിടെ ഇല്ല. അതിനുള്ള ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് കേവലം അറിവ് കൊണ്ട് മാത്രം നമുക്ക് ലഹരിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതിന് തിരിച്ചറിവ് കൂടി ആവശ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മദ്യപാനം, അമിതമായ മദ്യപാനം ദോഷമുണ്ടാക്കും എന്ന് അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും. പക്ഷെ അതിനോടുള്ള ആസക്തി വർദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലഹരിയോടുള്ള ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ആധുനിക മനുഷ്യനായ ശാസ്ത്ര പഠനങ്ങളെ അംഗീകരിക്കാത്ത മൈത്രേയന് അത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് അറിയില്ല. മനുഷ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കാണെന്ന് തോന്നുന്നത്. കാരണം ലഹരി ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞത് ആ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ലഹരി ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. ഇവിടെ നിരോധിത വസ്തുക്കൾ ആൾക്കാർ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് ഒരു ക്രിമിനൽ കേസിലേക്ക് പോകും. മനസ്സിലായില്ലേ? സാധാരണ വ്യക്തികൾ ക്രിമിനലായി മാറും. അത് അവർ ആ ഒരു ലഹരി എന്നുള്ള സംഭവം സ്റ്റാർട്ട് ചെയ്തത് അവർ സ്വന്തത്തിന് സ്റ്റാർട്ട് ചെയ്തായിരിക്കത്തില്ല. മനസ്സിലായി? അവരുടെ മാത്രം ഒരു മിസ്റ്റേക്ക് ആയിരിക്കത്തില്ല. അതായത് പുറത്തു നിന്നിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലഹരി മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ ക്രിമിനൽ അല്ലാണ്ടാവുകയും ഇതേപോലത്തുള്ള കഞ്ചാവ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് ഉപയോഗിച്ച് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു പറ്റും? അത് ക്രിമിനലൈസ് ചെയ്യുകയും അവരുടെ ജീവിതം കുറച്ചുകൂടി ദുസ്സഹമാവുകയും ചെയ്യും. അതേപോലെ തന്നെ നിരോധിത വസ്തുക്കൾ അതിന് ഡിമാൻഡ് കൂടും. നമ്മളെപ്പോഴും കോളേജിൽ പഠിച്ചപ്പോഴത്തേക്കും ഉള്ള സംഭവമാണ്, ഒരു സാധനത്തിൻ്റെ സപ്ലൈ കുറയുമ്പോഴത്തേക്കും അതിന് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അതിന് പ്രൈസും ഹൈ ആവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സംഭവം നിരോധിക്കുമ്പോഴത്തേക്കും അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. നേരത്തെ കുറേ കാലങ്ങൾക്ക് മുമ്പ് കഞ്ചാവ് ലീഗലായിരുന്നു. പല കടകളിലും നമ്മളുടെ അപ്പൂപ്പനമ്മമാരുടെ കാലത്തൊക്കെ വിറ്റുകൊണ്ടിരുന്നെന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം നിരോധിക്കുമ്പോഴത്തേക്കും അത് കിട്ടാനില്ല ആൾക്കാർക്ക്, അത് ഉപയോഗിച്ചിട്ടുന്ന ആൾക്കാർക്ക് കിട്ടാനായിട്ടില്ല. അപ്പോൾ ഓൾറെഡി അതിൽ അഡിക്റ്റഡ് ആയിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് സാധനം വേണ്ടേ? അപ്പോൾ ഇത് അന്വേഷിച്ച് പോകും. ഇത് പല രീതിയിലും പല ആൾക്കാർ ഇത് കടത്തിക്കൊണ്ടുവരികയും ഇവിടെ വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആൾക്കാർ ക്രിമിനലത്തിലേക്ക് പോകും. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ഡിമാൻഡ്
കൂടുകയും ചെയ്യും. സപ്ലൈ പറയുമ്പോഴത്തേക്ക് ഡിമാൻഡ് കൂടുകയും അതിൻ്റെ തുക നേരത്തെ ഒരു 100 രൂപക്ക് 50 രൂപ വാങ്ങിച്ചിരുന്ന സാധനം ചിലപ്പോൾ 500 രൂപയിൽ 1000 രൂപയൊക്കെ പോകും. അപ്പോൾ ഒരാളുടെ അന്നത്തെ ദിവസം പണിയെടുക്കുന്ന മൊത്തം ഒരു ദിവസം കൂലിയോ അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസത്തെ കൂലിയോ മൊത്തം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് നിരോധിക്കുന്നത് വന്നിട്ട് ഒരിക്കലും ഇതിൻ്റെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൂർണ്ണമായിട്ട് നിൽക്കണ്ടേ. ഇതിപ്പോൾ എത്ര കാലം എല്ലാ ദിവസവും കഞ്ചാവ് MDMA എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. ഇതൊരു സംഭവം അപ്പോൾ നിർത്തണ്ടേ. ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരോധിച്ചത്. പക്ഷെ അതൊരു റൈറ്റ് സ്റ്റെപ്പ് അല്ല. കാരണം നിരോധിക്കും തോറും പിന്നെയും ഇതിൻ്റെ പ്രൈസും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. അത് ഉറപ്പായിട്ടും ആൾക്കാർ ചെയ്യും. ലൈഫിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വളരെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യമുള്ള ആൾക്കാരോ വേറൊരു വഴിയില്ലാണ്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിലേക്ക് പോകും. അവർ ക്രിമിനലാക്കപ്പെടും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലീഗലൈസ് ചെയ്തിട്ട് ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുക. എന്തിനെ പറ്റിയിട്ട്, ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയിട്ടും അവയർനെസ് കൊടുക്കുക. മനസ്സിലായില്ലേ? ഒരു ജീവൻ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ലക്ഷ്യം എന്താണ്, മറ്റുള്ള ആൾക്കാർ കൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ ജീവിതങ്ങൾ, അതൊക്കെ എല്ലാം നമ്മൾ അവയർനെസ് കൊടുക്കണം. സ്കൂളുകൾ ലെവലിൽ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നിരോധിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലഹരി ഈ ഒരു തലമുറയിൽ നിർത്താൻ പറ്റാതെ പല തലമുറകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്കൂൾ ലെവലിൽ നിന്ന് പഠിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ യൂസ് കുറക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും എന്തൊക്കെ തരം നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഒരു കുറ്റം തെറ്റും അത് പൂർണ്ണമായിട്ടില്ലാണ്ടാവുന്നില്ല. എപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ക്രിമിനലൈസ് ചെയ്യപ്പെടാണ്ടിരിക്കാനായിട്ടും, അതേപോലെ തന്നെ ഈ ലഹരികളുടെ ഡിമാൻഡ് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, ആ പ്രൈസ് കൂടുന്ന വിഭാഗം 10,000 10,000 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇതിനെ. അപ്പം ആൾക്കാരുടെ കയ്യിലുള്ള പൈസയും പോവുകയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സിഗരറ്റ് എടുക്കാം അല്ലെങ്കിൽ മദ്യം എടുക്കാം. ഇപ്പം ഇവിടെ ലഹരി മാഫിയ അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്ന പോലെ സിഗരറ്റ് മാഫിയയും അല്ലെങ്കിൽ മദ്യ മാഫിയയും ഇല്ല. ഇത് രണ്ടും ഓൾറെഡി മയക്കുമരുന്നാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ മദ്യ മാഫിയ എന്നുള്ള സംഭവമില്ല. കാരണം എന്താണ്, മദ്യം സുലഭമായിട്ട് സർക്കാർ ഔട്ട്ലെറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ആരും ഒരിക്കലും മദ്യം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബ്ലാക്കിൽ കൊടുക്കുന്ന പണി കൂടുതലും ആൾക്കാർ ചെയ്യില്ല. കാരണം അത് എപ്പോഴും വളരെ ലാഭമില്ലാത്ത ബിസിനസ് അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുന്ന ബിസിനസ്സാണ്. കൂടുതൽ ലാഭം കിട്ടുന്നത് ഈ നിരോധിത വസ്തുക്കൾ വിൽക്കുന്ന ഏർപ്പാടിലാണ് കൂടുതലും ലാഭം കിട്ടുന്നത്. മനസ്സിലായില്ല? അത് നമ്മൾ ക്രമാതീതമായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്കൂൾ ലെവലിൽ അവയർനെസ് കൊടുത്ത് അവർക്ക് സ്വന്തം ജീവിതത്തിനെയും ജീവനെയും പറ്റിയിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് കാലക്രമേണ, കുറച്ച് ടൈം എടുക്കുന്ന ഒരു ജോലിയാണ്, അതേ ടൈം എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കാലക്രമേണ ഇതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ പറ്റും. അല്ലാണ്ട് ഇപ്പോൾ ഉള്ള നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത് ചെയ്യത്തേ ഉള്ളൂ. പൈസക്ക് ആവശ്യമുള്ള ആൾക്കാർ ചെയ്യും, കൂടുതൽ ആൾക്കാർ ക്രിമിനലൈസ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഉണ്ണി കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വെച്ചെങ്കിൽ അത് ഏത് പെർസ്പെക്റ്റീവ് എന്നാണ് മൈത്രേയൻ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാകുമായിരുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന, ബ്രെയിനിന് ഡോപ്പമിൻ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കൂടുതൽ വേണം. അതേപോലെ ഇതിൽ ഗോത്രം അല്ലെങ്കിൽ സന്യാസിമാർ ഇത് ഉപയോഗിച്ചത് എന്ന് പറയുന്നത് അതിൻ്റെ നല്ല വശത്തിനെ പറ്റി പറയുന്നതല്ല, അല്ലെങ്കിൽ അത് കൂടുതൽ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അത് മൈത്രേയൻ്റെ പല വീഡിയോസ് ഉണ്ടായാലും അറിയാൻ പറ്റും. ലഹരി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അത് മനുഷ്യൻ്റെ ജീവന് ആപത്തായിട്ടുള്ള വസ്തു എന്നാണ് തന്നെ പറയുന്നത്, അല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതെപ്പോഴും മൈത്രേയനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നതെന്നുള്ള പല വീക്ഷണത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പുള്ളി പറയാറുള്ളത്. അല്ലാണ്ട് അത് സന്യാസിമാർ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങൾ ഇത് ഉപയോഗിച്ചു അപ്പം നമുക്കും ഉപയോഗിക്കാം എന്നൊന്നല്ല പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. പക്ഷേ ഇപ്പം ഈ ഒരു നിരോധിച്ചിട്ടുള്ള ആ ഒരു രീതി അത് ഇങ്ങനെ കുറേ ആൾക്കാർ ക്രിമിനലൈസ് ചെയ്യുകയും കുറേ ആൾക്കാരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പുള്ളി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ആവശ്യപ്പെടും. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ ഒരു മുഴുക്കുടിയനായി മാറുന്നത് അത്തരം ഒരു യാത്രയിലാണ്. വേറെയും ജീവിത സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും അയാളുടെ വിവരമില്ലായ്മയും ഒക്കെ അതിലൊരു ഘടകമായിരിക്കും. എന്നാൽ അതേസമയം നമ്മൾ മയക്കുമരുന്നിലേക്ക് നോക്കുമ്പോൾ മയക്കുമരുന്ന് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം മാഫിയകൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്, സ്കൂൾ കുട്ടികളെയാണ്. അവിടെ നിന്ന് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക്. അതെ, അതാണ് പ്രശ്നം. ഇവിടെ മദ്യം മയക്കുമരുന്നുള്ള സെപ്പറേഷൻ ഇല്ല. മദ്യം ഓൾറെഡി അത് മയക്കുമരുന്ന് തന്നെയാണ്. പിന്നെ സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മദ്യത്തിൻ്റെ കാര്യം എടുത്ത് നോക്കും. ആരെങ്കിലും മദ്യം എടുത്തിട്ട് സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്, മദ്യം ഓൾറെഡി സുലഭമായിട്ട് കിട്ടും. അപ്പോൾ ഈ മയക്കുമരുന്ന് നിങ്ങൾ പറയുന്നതിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളത് ആൻസേഴ്സ് അതിൽ തന്നെ ഉണ്ട്.
ഇത് നിരോധിക്കപ്പോഴത്തേക്കും ആൾക്കാർക്ക് പണം ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഇത് വിൽക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ കൂടുതലും ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട് ഏറ്റവും എളുപ്പം സ്കൂൾ കുട്ടികളായിരിക്കും. മദ്യം കൊടുത്തിട്ട് സ്കൂൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കൂടുതലും വളരെ എന്താ പറയുക, നഷ്ടക്കച്ചവടമുള്ള ഒരു ബിസിനസ്സാണെന്ന് ഞാൻ പറയുള്ളൂ. അത് ഗവൺമെൻറ് ഔട്ട്ലെറ്റിൽ സുലഭമാണ്. അപ്പോൾ അതിൽ ആരും അങ്ങനെ പോകാറില്ല. പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി മറ്റേ രാഷ്ട്രീയക്കാർക്ക് ആൾക്കാരെ കോറം തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പി കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അത് വേറെ വശമാണ്. അത് നമുക്ക് ഇതിൽ പെടുത്താൻ പറ്റില്ല. ഇതേ രീതിയിൽ നിരോധിക്കുന്ന വസ്തുക്കൾ അത് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അതിൻ്റെ എന്താ പറയുക കൺസ്യൂം ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ മാഫിയ പോലുള്ള സംഘങ്ങൾ കുട്ടികൾ ഉപയോഗിക്കും. അത് നിങ്ങൾ ഈ നിരോധനം എടുത്ത് മാറ്റിയിട്ട് ഫുൾ ഗവൺമെൻറ് കൺട്രോൾ കൊണ്ടുവരണം. നമ്മൾ മദ്യം എങ്ങനെയാണ് ഈ റെഗുലേറ്റ് ചെയ്യുന്നത് അതേപോലെ കൊണ്ടുവരണം. അത് മദ്യം ഏത് കൊണ്ടുവന്നാലും അതിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ഇതേപോലെ ഒട്ടും അവെയറില്ലാണ്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. നമുക്കതിൽ എല്ലാവരെയും അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. എല്ലാവരും ഈ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിന്ന് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് പേരുണ്ട് അതിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള. അവരെ നമ്മൾ എന്തെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അല്ലെങ്കിൽ നിരോധിതം ഒരിക്കലും ഇതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റെപ്പ് അല്ല. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ ഒരു വില്ലനെ പോലെ അവർ ഫോളോ ചെയ്യുകയാണ് മയക്കുമരുന്നുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിലവിലെ സിന്തറ്റിക് ഡ്രഗ്. അതാണ് ആഷ്മി ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് എടുത്തു വെക്കുന്നത്. പക്ഷേ മൈത്രേൻ അവിടെ ഒന്നും പോകുന്നില്ല. എങ്ങനെയൊക്കെയോ കറങ്ങി അയാൾക്കറിയാവുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. സിന്തറ്റിക് ഡ്രഗിന് വളരെ ചെറിയ പ്രായത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ചോയ്സ് എടുക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മുതിർന്ന ആളുകളെ സോപ്പിട്ട് സ്കൂളുകളിലേക്ക് മദ്യം കൊണ്ടുവരുന്ന കുട്ടികളുള്ള നാടാണ് എന്ന് ചിന്തിക്കണമെന്ന്. അങ്ങനെ ഇത് എല്ലാ കുട്ടികളിലേക്കും ശരിയാണ്. മുതിർന്ന ആൾക്കാരെ സ്വാധീനിച്ചിട്ട് മദ്യം കൊണ്ടുവരാറുണ്ട്. അവിടേക്ക് അതാ പറഞ്ഞത്, അത് കൺട്രോൾഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സ്കൂളുകളിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഈ കുട്ടി മദ്യം കൊണ്ടുവരുന്നുണ്ടോ, മദ്യം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇത് നോക്കേണ്ട വ്യക്തികളാണ് അവിടുത്തെ ടീച്ചേഴ്സും ബാക്കിയുള്ള അധ്യാപകരും സ്റ്റാഫൊക്കെ. അപ്പോൾ അവരുടെ ജോലി കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞ് നിരോധിക്കുമ്പോഴത്തേക്കും കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ പണിയെടുക്കാനായിട്ടുണ്ട്. അവരവരുടെ എഫോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു വേർഡ് കൊണ്ട് നോക്കുന്ന നിരോധനം. അപ്പോൾ അത്രയും പണി കുറയുമല്ലോ. ബാക്കി പോലീസുകാർ നോക്കിക്കോളും. ഇത് നമ്മൾ കൂട്ടത്തോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? ഇതിനെ നിയന്ത്രിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏത് പ്രായം മുതൽ ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഹാം, ഇത് വളരെ വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യം. അതിൽ പല ആൾക്കാരുടെ ലൈഫ്, ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ പല ആൾക്കാരുടെ ലൈഫ്, അത് നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേക്കും അതിനൊരു ഡേ ഷെഡ്യൂൾ ചെയ്യുക. എന്നുവെച്ചാൽ മന്ത്ലി വൺസോ അല്ലെങ്കിൽ ക്വാർട്ടർലി വൺസോ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇതിനുള്ള അവയർനെസ് ക്ലാസ് കൊടുക്കുക. അതിന് നല്ല പണിയുണ്ട്. അല്ലാതെ നിരോധിച്ചിട്ട് ഇതൊരിക്കലും ഇത്രയും കാലമില്ല നിരോധിച്ചിട്ട്, ഇപ്പോഴും അത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ പിന്നെ ഇത് നിരോധിക്കണോണ്ട് എന്താ ഗുണം? നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കഞ്ചാവിൻ്റെ ഫ്ലോവും അല്ല അത് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടാണ്ട് ഇത് ദിവസവും MDMAയും കഞ്ചാവും പിടിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഒട്ടും പരിഹാരമല്ലാത്തൊരു നിയമം നമുക്ക് എന്തിനാണ്? കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട്. ഇത് ഓൾറെഡി അവയർനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്രയും പോരാ. ഇനിയും കൂടുതൽ അവയർനെസ് ജീവനും ജീവിതം ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഇതുപോലുള്ള ആൾക്കാരുടെ ലൈഫ് നിങ്ങൾ സ്ക്രീനിൽ ഒരു സിനിമ കാണുന്ന പോലെ കാണിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പം അത് സ്കൂൾ ലെവലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും തലമുറയിൽ ഇതിൻ്റെ യൂസേജ് കുറക്കാൻ പറ്റുന്നുള്ളൂ. ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. മനസ്സിലായി? പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർ പണ്ട് ഈ മദ്യത്തിൻ്റെ അഡിക്ഷൻ നിർത്താൻ വേണ്ടിയിട്ടൊരു മരുന്നുണ്ടായിരുന്നു. അത് ചോറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസിലേക്കൊക്കെ ഈ മദ്യം വെക്കുന്ന ആൾക്കാർ അറിയാതെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചെങ്കിൽ കുറേ ആൾക്കാർ നിർത്തി. ഇത് കുടിച്ചിട്ട് അത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് കൂടുകയോ തുപ്പിക്കളയുകയും ചെയ്താൽ അപ്പം അങ്ങനെ കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊട്ടും നിർത്താൻ പറ്റാത്ത ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ അവർ മദ്യം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്വബോധം നഷ്ടപ്പെടുകയും എന്തോ ഭ്രാന്ത് വരുന്ന രീതിയിലൊക്കെയാണ് ആൾക്കാർ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ വളരെ മാനസിക രഹിതമായ ഹ്യൂമാനിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരെയും പരിഗണിക്കണം. അപ്പം നിരോധനം ഒരിക്കലും ഒരു അവസാനത്തെ സ്റ്റെപ്പ് അല്ല. അതിനും ബെറ്റർ ആയിട്ടുള്ള സ്റ്റെപ്സ് കൊണ്ടുവരണം. ഈസിയായി എത്തുന്ന ഒരു കാര്യമായിട്ട് മാറും. അത്രയും ചെറിയ പ്രായത്തിൽ സിന്തറ്റിക് ഡ്രഗ്സിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ അതിന്റെ അടിമകളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ബുദ്ധിയെ, അവരുടെ ശാരീരിക വികാസത്തിനെ ഒക്കെ വളരെ മോശം രീതിയിൽ ബാധിക്കാൻ ഇടയുള്ള ഒന്നാണ്. മയക്കുമരുന്ന് ദോഷമാണ് എന്ന് പറഞ്ഞ് ക്ലാസ് എടുത്ത് നടന്നു കഴിഞ്ഞാൽ ഈ തലച്ചോർ അത് അംഗീകരിക്കില്ല. അവിടെ അത് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കില്ലെന്ന് എങ്ങനെയാ പറഞ്ഞത്?
അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു മൂവി കാണിക്കുന്ന ഫീൽ ക്ലാസ് എടുക്കണം, മനസ്സിലായി, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ക്ലാസ് എടുക്കണം. തിരിഞ്ഞു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ എത്തിയിട്ടുണ്ടാവും. മൈത്രേനെ സംബന്ധിച്ച് മൈത്രേനെ ഒന്നും നഷ്ടപ്പെടാനില്ല, പുള്ളിക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാം. പക്ഷെ പുതിയ തലമുറയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നാളെ ഈ ലോകത്ത് ജീവിക്കേണ്ട ആളുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അവരുടെ തലച്ചോറിനെ തകരാറിലാക്കുന്ന ലഹരിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വവും കുറച്ചുകൂടി റിയാലിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആർഗ്യുമെന്റ്സും ഉണ്ടാവേണ്ടതാണ്. മൈത്രേനും മൈത്രേന്റെ മക്കൾക്കും ഏത് തരം ലഹരി കൊടുത്തു കഴിഞ്ഞാലും കേവലം അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷവും ഏത് രീതിയിലും വളരെ ഈസിയായി കയ്യിലേക്ക് എത്താവുന്ന ലഹരിയെ ഹാൻഡിൽ ചെയ്യാനുള്ള അറിവും തിരിച്ചറിവും എത്തിയിട്ടില്ലാത്ത കുട്ടികളെ, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു കാര്യത്തെ മൈത്രേയൻ പറഞ്ഞിട്ടുള്ളതിൽ യോജിപ്പ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അടക്കം ക്യാൻസൽ ചെയ്യാൻ ഫീൽ ചെയ്യിപ്പിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കുട്ടികളേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളല്ലേ, കുട്ടികളല്ലാണ്ട് വേറെ ആരും ഇത് ഉപയോഗിക്കുന്നില്ലേ? കുട്ടികളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൽ നോക്കണം, അതിൻ്റെ അധികൃതർ അത് നോക്കണം. പക്ഷേ അത് അവരുടെ ടൈം മാറ്റി വെച്ചിട്ട് അവർ ശ്രദ്ധിക്കുക, അത് മോണിറ്റർ ചെയ്യുക. അതായത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്, അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവരുടെ കുട്ടികൾ പല പ്രഷറിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ എന്ന് മാത്രം പറയാതെ അവരുടെ ലൈഫ് കൂടി നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ സ്കൂളുകളിൽ നിന്ന് ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കേണ്ട പ്രഷർ, അതുപോലെ മാതാപിതാക്കൾ കൊടുക്കുന്ന പ്രഷർ, അപ്പുറത്തെ കുട്ടികളെ വെച്ചുള്ള കമ്പാരിസൺ, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ മൂലമാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്. എല്ലാ കുട്ടികളും ഇത് ഉപയോഗിക്കുന്നില്ല, മനസ്സിലായി. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ കുട്ടികളുടെ സംഘർഷങ്ങളും മാനസിക സംഘർഷങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ളതിൽ കൂടുതലായിട്ടൊരു കൂട്ടുകാരൻ എന്ന ലെവലിൽ പല അധ്യാപകരും മാറേണ്ട ആവശ്യമുണ്ട്, കുട്ടികളെ അടുത്തറിയേണ്ട ആവശ്യമുണ്ട്. അവരോടൊപ്പം പല കാര്യങ്ങളിലും ഒന്നിച്ച് സഞ്ചരിക്കേണ്ട കാര്യമുണ്ടല്ലോ. നമ്മൾ ഈ ഒരു ഇതിൽ കുട്ടികളെ മാത്രം ഹൈലൈറ്റ് ചെയ്തത് കാര്യമില്ല, ഇത് എല്ലാ വിഭാഗത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. ഇത് ഞാൻ ഇപ്പോഴും പറയുന്ന നിരോധനം ഒരിക്കലും ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് അല്ല, അതിനേക്കാളും ബെറ്റർ സ്റ്റെപ്പ്, മൈത്രേയൻ പറഞ്ഞതിനേക്കാളും ബെറ്റർ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് പറയുക. അല്ലാണ്ട് മൈത്രേയൻ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ നമ്മൾ കണ്ണടച്ച് പറയുന്നത് അത് കുടങ്കാട് കമിഴ്ത്തി വെച്ചിട്ട് വെള്ളമൊഴിക്കുന്ന പോലത്തെ രീതിയിലാണ്. അവിടെ ഹാഷ്മിയുടെ വാദങ്ങൾ കുറെ കൂടി ക്ലിയർ ആവുമ്പോൾ മൈത്രേയന്റെ രീതി മാറുന്നുണ്ട്. ഇയാൾ പോടോ, ഇയാൾ അറിഞ്ഞിട്ട് പാടോ, താൻ എന്നൊക്കെയുള്ള അഭിസംബോധനയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതാണോ ആധുനിക മനുഷ്യൻ? മൂന്നാം അവിടെ ഹാഷ്മി ഫുള്ള് ചോദിക്കുന്നത് മണ്ടൻ ചോദ്യങ്ങളൊന്നും മനസ്സിലാക്കാത്തുള്ള ചോദ്യങ്ങളാണ്. ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ എടുത്ത് റിയാക്ട് ചെയ്യാം. കാരണം ഹാഷ്മി ആ ഒരു ആൻസർ മൈത്രേയൻ പറയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുന്നില്ല, മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്കാരെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് മൈത്രേയൻ ആ ഒരു പരിപാടിക്ക് പോകരുതായിരുന്നു, അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പോകരുതായിരുന്നു. അത് മൈത്രേയൻ്റെ ആ ഒരു ഉത്തരം പറയുന്ന രീതിക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം അല്ല. രണ്ടാമത് ഹാഷ്മി മനസ്സിലാക്കുന്നില്ല, മൈത്രേയൻ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു എന്താ പറയുക സംഘർഷാവസ്ഥ ആ ഒരു ഇതിൽ വന്നത്. കാര്യം, ഈ മനുഷ്യന്റെ സ്നേഹം, കരുണ തുടങ്ങിയിട്ടുള്ള ആർദ്ര വികാരങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ വികാരങ്ങൾ, അങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ മനുഷ്യന്റെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് മൈത്രേയൻ കാണുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മനുഷ്യനൊരു സംഘജീവിയാണ്. ഒരാൾ ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അയാളെ രക്ഷിക്കണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ പോലുള്ള ആൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ എന്നീ പരിഗണനകളൊക്കെ വെച്ചുകൊണ്ടാണ്. നാളെ നമുക്കും ഉപകാരപ്പെടാൻ ഇടയുള്ളത് എന്നുള്ള രീതിയിലാണ് അയാൾ ഈ പറയുന്ന വികാരങ്ങളെ നമ്മളിപ്പോ അതെ, അത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ കരുണയോ അല്ലെങ്കിൽ നമ്മളിലുള്ള നന്മയോട്ട് കാണേണ്ട ആവശ്യമില്ല. ഇതിൽ പുള്ളി എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ പരിണാമപരമായിട്ടാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു കാര്യം പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മനസ്സിലായില്ലേ? ഒരു പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ സംഭവം മിക്ക ജീവികളിലും അത് അവരുടെ ജീനിലേക്ക് ഓർഡറാണ്. അത് ബേസിക്കലി എന്തിനാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറകളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രൊട്ടക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റുള്ള സംഭവം നമ്മൾ ജീനിലേക്ക് ഓർഡർ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പലർക്കും വൈറൽ ഫീവർ വരാറുണ്ടല്ലേ. അത് പുറത്തുനിന്ന് എന്തെങ്കിലും വൈറസോ ബാക്ടീരിയസോ നമ്മളുടെ ബോഡിയിലേക്ക് കയറുമ്പോഴത്തേക്കാണ് ഫീവർ അല്ലെങ്കിൽ ചുമ പോലെ സംഭവം വരാറുള്ളത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഈ വൈറസിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന നമ്മളുടെ ബോഡിയിലുള്ള പല വൈറ്റ് ബ്ലഡ് സെൽസും പല ഫൈറ്റർ സെൽസുമാണ് ഇതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിലുള്ള സെൽസ് ഈ പുറത്തുനിന്ന് വന്ന വൈറസിനെ ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കുന്നത് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്? അല്ല. കാരണം ഈ പുറത്തുനിന്നുള്ള സെൽസ് വരുമ്പോഴത്തേക്കും നമ്മളെ നശിപ്പിച്ചെത്തെങ്കിൽ അതിൻ്റെ ജീവനും കൂടി ആപത്താവും. അപ്പോൾ അതിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടിട്ടല്ല. ഇതേപോലെ തന്നെയാണ് വേറെ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളറിയാതെ നമ്മളുടെ മേത്ത് ആരെങ്കിലും ഒരു തീ വെച്ച് ജസ്റ്റ് പൊള്ളിച്ച് നോക്കുക.
അപ്പം അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ച ഒരു പൊള്ളൽ വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ടൈമിന് മുന്നേ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് കൈ അവിടെ നിന്ന് വലിക്കും. അതൊരു റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. അത് നമ്മളുടെ ജീനിലേക്ക് ഓർഡറാണ്. നമുക്ക് ചിന്തിക്കാനുള്ള സ്വയമേ ചിന്തിക്കാനുള്ള ഒരു ടൈം പോലും കിട്ടില്ല. നമ്മളറിയാണ്ട് തന്നെ നമ്മളുടെ എന്താ പറയുക നേഴ്സ് അത് സെൻസ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൽ നിന്ന് ഉള്ളൊരു ഇൻഫർമേഷൻ അത് പെട്ടെന്ന് വലിക്കുകയും ചെയ്യും. നമ്മൾ കൈ വലിച്ചതിന് ശേഷമാണ് നമ്മൾ പൊള്ളിയിൽ നിന്നും നമ്മൾ കൈ വലിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ശരി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീനിലേക്ക് ഓർഡറാണ്. അതേപോലെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരാൾ സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് അത് നന്മയായിട്ടും കാരുണ്യമായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലാവാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എലക്ട് ചെയ്ത പല റെപ്രസെൻറ്റേറ്റീവ്സും മന്ത്രിമാരായിട്ട് പോയി നിന്ന് ഭരിക്കുകയും അവർ നമുക്ക് നമ്മളുടെ അവകാശമായിട്ട് ചെയ്തു തരേണ്ട പല കാര്യങ്ങളും അവർ ദാനമായിട്ടും കരുണമായിട്ടാണ് ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ റോഡ് പലതും പൊട്ടിപ്പൊളിച്ചിന് കിടക്കുന്നത്. കാരണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ, അത് അവരുടെ ദാനമല്ലേ. ഒരു അടിമ കൊടുക്കുന്നത് ദാനമാണ്. അതേപോലെ തന്നെ പല ഹോസ്പിറ്റൽസ് നോക്ക്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അതൊക്കെ ഒന്നും എന്താണ് അതിൻ്റെ സ്ഥിതി മെച്ചപ്പെടാതെ ഇപ്പോഴും പുരാതന കാലഘട്ടത്തിലുള്ള പോലെ പല മെഷീൻസ് വർക്ക് ചെയ്യാണ്ട് കിടക്കുന്നത്. ഇത് അവർ കരുണയായിട്ട് കാണുകൊണ്ടാണ്. നീക്ക് ഇങ്ങനെ കിടന്നാൽ മതി, ഇതൊക്കെ ഞങ്ങളുടെ ദാനമാണ്, ഞങ്ങളുടെ കരുണയെന്ന് കാണുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാഗിലേക്ക് വരും, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ഒരാൾക്ക് നന്മ ചെയ്തു, ഞാൻ സ്പെഷ്യലാണ് എന്നുള്ളൊരു സംഭവം വരും. അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ പൗരൻ എന്ന നിലയിലും നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിലും നമ്മളുടെ ഉത്തരവാദിത്വമാണെന്നുള്ളത് തിരിച്ചറിയുക. അല്ലാതെ ഇത് നമ്മൾ കരുണയും ദാനവും ദയൊക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അധികാരികൾ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് പോയിരുന്ന ആൾക്കാർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോലീസുകാർ, അവർ നമ്മളെപ്പോഴും അടിമയായിട്ട് കാണുള്ളൂ. അവർ നമ്മളെക്കാളും ഒരുപടി മേളിലാണെന്ന് അവർക്ക് സ്വന്തം തോന്നുകയും എല്ലാ കാര്യം ദാനങ്ങളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാണുകയും ഒട്ടും തന്നെ ഉത്തരവാദിത്വം അല്ലാത്ത രീതിയിൽ അവർ നമ്മളോട് പെരുമാറുള്ളൂ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി. അപ്പം ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് മൈത്രേയൻ പറയുന്നത്. ഇത് നമ്മൾ കരുണയും ദാനവും ധ്യാനം നമ്മളുടെ ഒരു ഇതല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളുടെ പലതും ജീനിലേക്ക് ഓർഡറാണ്. അതേപോലെ തന്നെ കരുണ ദാനം ധ്യാനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ റെസ്പോൺസിബിളായിട്ട് ചെയ്യേണ്ട ആൾക്കാർ ഒട്ടും തന്നെ റെസ്പോൺസിബിൾ ആവാതിരിക്കുകയും ഈ ചെയ്യേണ്ട പ്രവർത്തികൾ കരുണയും ദാനമായിട്ട് കണ്ടിട്ട് വല്ലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറും. അപ്പോൾ നമ്മളത്തെ പോലെ ജനങ്ങൾ അതിൽ നമ്മളായിരിക്കും കൂടുതൽ അതിൻ്റെ വ്യക്തിമാവുക. ആ ഒരു പെർസ്പെക്റ്റീവാണ് പുള്ളി അത് പറഞ്ഞത്. പോലും നാളെ ഒരു സംഘം എന്ന രീതിയിൽ നമ്മുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെയും നമ്മുടെ പേഴ്സണൽ ഗെയിൻസിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വാദിക്കുന്നത്. നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അതിനെ ഗംഭീരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാശ്മീരിൽ ആക്രമണം ഉണ്ടായ സമയത്ത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കുടുംബത്തിനെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് രക്തസാക്ഷിയാകുന്നത്. അവനവന്റെ കാര്യം, അവനവന്റെ കുടുംബം, അവനവന്റെ ആളുകൾ എന്നാണ് അയാൾ ചിന്തിച്ചിരുന്നതെങ്കിൽ എന്തുകൊണ്ട് അയാൾ സ്വന്തം മക്കളെ കുറിച്ചും സ്വന്തം കുടുംബത്തെ കുറിച്ചും ചിന്തിച്ചില്ല എന്ന്. ഇത് നമ്മൾ സെയ്ദ് ആദിൽ എന്ന ഒരു വ്യക്തി ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ അതിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയും, സ്പെഷ്യലാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കും, ഇത് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ നന്മയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ധൈര്യം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി വിചാരിക്കുകയും നാളെ കൺമുന്നിൽ കാണുമ്പോഴത്തേക്കും ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അത്രയും ധൈര്യമല്ല എന്നുള്ള ലെവലിൽ വരും. മനസ്സിലായില്ലേ? നേരെ മറിച്ച് നമ്മൾ ജീനിലേക്ക് ഓർഡറാണ്, അല്ലെങ്കിൽ ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു നീതികേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൺമുന്നിൽ കാണുമ്പോഴത്തേക്കും ഒട്ടും മടിച്ചു നിൽക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അത് സഹായിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഒരു ലേബിളിൽ ഉൾപ്പെടുത്താതിരിക്കുക. ആ ഒരു ലേബിൾ ഉൾപ്പെടുത്തുന്നെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് വശങ്ങളുണ്ട് എന്നുള്ള ചോദ്യം അങ്ങോട്ട് വെക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിലെ നന്മയല്ലേ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല എന്നാണ്. അതെ, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് ഇത്രയും പറയുന്നത് പരിണാമത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞ ജീൻ കോഡറാണ് ഇത് പല കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മളുടെ ഉള്ളിലെ നന്മയൊക്കെ സെക്കൻഡറി ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രൈമറി സംഭവം നമ്മളുടെ ജീനിൽ ഇത് കോഡറാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പോഴത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വമാണ് മറ്റുള്ള ആളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടേ നമ്മൾ നന്മ കരുണ പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നന്മയില്ല അല്ലെങ്കിൽ ധൈര്യമില്ല, ദയവില്ല എന്നുള്ള രീതിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം സ്പെഷ്യൽ ആവുകയും ബാക്കിയുള്ള ആൾക്കാർ ആ ഒരു ചെയ്യേണ്ട ഉത്തരവാദിത്വം നിന്ന് അറിയിക്കേണ്ട അവസ്ഥ വരും. ആ ഒരു രീതിയിലാണ് മൈത്രേയൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി ഇതിൽ വിവരവും അറിവുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകളെ
വിളിച്ചുകൊണ്ട് വന്നിരുത്തു, എന്നിട്ട് ഞാൻ സംസാരിക്കാറ്. ജനാധിപത്യ ബോധ്യങ്ങളെ അല്ലെങ്കിൽ അത്തരം മൂല്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഒരു ആധുനിക മനുഷ്യൻ, പ്രത്യേകിച്ച് സാമൂഹ്യമായി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശവും കൂടിയുള്ള മനുഷ്യൻ. പുള്ളി പറയുന്നത് പുള്ളിയെ നോക്കി പഠിക്കാനാണല്ലോ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഞാൻ എന്നെ പോലെ ഉന്നത നിലവാരമുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് പുള്ളിയെ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ എന്താ പറയുക, ഈ ഒരു മൂല്യങ്ങൾ മനസ്സിലാകാത്ത വ്യക്തികളെ നോക്കി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് കോമൺ ആയിട്ട് എല്ലാവരും നോക്കി പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പുള്ളിനേക്കാളും പുള്ളിയാണ് ഉന്നതൻ എന്ന് വിചാരിക്കുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതെനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളി ആരോടൊരു മുതിർന്ന പൗരനോടോ അല്ലെങ്കിൽ ഏതൊരു ഏജ് ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും സെയിം ഒരേ ലെവലുള്ള കൺസിഡറാണ്, ഒരേ ലെവലാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പല ഇൻട്രസ്റ്റും കാണാറുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയയും പല ആൾക്കാരും മാറ്റി നിർത്തിയ ഒരാളാണ് ആറാട്ടൻ എന്നുള്ളത്. പൊട്ടൻ മണ്ടൻ എന്നുള്ള ലേബിലൊക്കെ മാറ്റി നിർത്തിയ ആളാണ് ആറാട്ടൻ എന്നുള്ളത്. ആറാട്ടനും മൈത്രയും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. മനസ്സിലായില്ലേ? ഏതൊരു വ്യക്തിക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതേ ലെവലിൽ ഒട്ടും തന്നെ കുറയാണ്ട് ഈ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്ക് കൊടുത്തിട്ട് ഉള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു വാദം തെറ്റാണ്. അതിന്റെ ലോജിക്ക് എന്താണ്? മാത്രമല്ല ഇദ്ദേഹം തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നുണ്ട്, ഈ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ ഓടിക്കാൻ പോകുന്ന, തെങ്ങിൽ കയറാൻ പോകുന്ന അങ്ങനെയുള്ള സാധാരണക്കാരൊക്കെ ഒരു 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തവരാണ് ഞാൻ പറയുന്നത് അംഗീകരിക്കാത്തത് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. അതെ, അങ്ങനത്തെ അല്ലാത്ത ആൾക്കാർ ഇതേപോലത്തുള്ള ലേബിൾ കൊണ്ട് നടക്കുന്നതാണ്. കാരണം എൻ്റെ ഉള്ളിൽ കരുണയുണ്ട്, നന്മയുണ്ട്, ഞാനിത് സ്പെഷ്യലാണ്, ഇതേപോലെ മനസ്സിൽ ഞാനിത് വലുതാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും വലുതാണ്, മനസ്സിലായി, മറ്റുള്ളവരെക്കാളും ഒരുപടി മുതിർന്നതെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ അത് അംഗീകരിക്കൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാണ്ട് ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പുള്ളി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാനാണ് പരമമായ സത്യം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതോടെ നിൽക്കട്ടെ. അങ്ങനെ പരമമായ സത്യം എന്നുള്ള സംഭവം ഒന്നും പുള്ളി പറഞ്ഞില്ല. അപ്പൊ പരമായുള്ള സത്യത്തിനെ വിമർശിച്ചിട്ട് പുള്ളി കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉണ്ണി വ്ളോഗ്സ് ആ വീഡിയോസ് ഒന്നും കാണാത്തോണ്ടാണ്. അവർക്ക് ഇരുവർക്കും കൂടി ഒരു മകൾ ഉണ്ടായിട്ടുണ്ട്, കനി കുസൃതി. ആ കുഞ്ഞിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഡോക്ടർ ജയശ്രീക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു 20 വർഷം കനി കുസൃതി ഉണ്ടായി ആ ഒരു 20 വയസ്സാവുന്നത് വരെയുള്ള അത്രയും കാലഘട്ടവും ഇദ്ദേഹം മറ്റു ബന്ധങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു കുട്ടിയെ വളർത്തുമ്പോൾ എല്ലാ റിസോഴ്സും ആ കുട്ടിയിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മൾ വേറെ ബന്ധങ്ങൾ ഉണ്ടായാൽ ശരിയാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വേറെ ബന്ധങ്ങൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഈ കുട്ടിക്ക് കൊടുക്കുന്ന റിസോഴ്സ് അല്പം കുറഞ്ഞു പോവുകയാണെങ്കിൽ അവൾ അവളുടെ സ്വന്തം ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ട് വളരും എന്ന് ചിന്തിച്ചൂടെ ആധുനിക മനുഷ്യന്? എന്നാൽ നേരെ മറിച്ച് തനിക്ക് കൊടുക്കാവുന്ന മുഴുവൻ കെയറും ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന ചിന്ത ഉണ്ടാകുന്നത് അത് തന്റെ കുട്ടി എന്നുള്ള ചിന്ത കൂടി ഉള്ളതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ വേറെ കുട്ടികളെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത കുട്ടികൾക്ക് കൂടി തന്റെ റിസോഴ്സ് പകുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ തൻ്റെ കുട്ടി എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പുള്ളി എപ്പോഴും പറയുന്നത് നമ്മളുടെ സ്വന്തം കുട്ടികൾ നമ്മളുടെ മാത്രം കുട്ടികളല്ല, അത് ഈ ഒരു സമൂഹത്തിൻ്റെ കുട്ടികളാണ്. നമ്മൾ മാത്രം ഒറ്റക്കല്ല നമ്മളുടെ കുട്ടിനെ വളർത്തുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ കുട്ടിനെ കൊണ്ടുവന്ന ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ, ആ ഒരു ഡ്രൈവർമാർ ഈ കുട്ടിനെ വളർത്തുന്നുണ്ട്. മനസ്സിലായി, സംരക്ഷിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് കൂടുതൽ സമയം നമ്മളെക്കാളും സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സിൻ്റെ കൂടെയും സ്കൂളിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കാണുന്ന ടീച്ചേഴ്സും ആൾക്കാരൊക്കെ അവരുടെയും കൂടി കുട്ടികളാണ്. അപ്പോൾ അതിൽ മൈത്രേൻ്റെ മാത്രം കുട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ ഒന്നും പുള്ളി കൊടുത്തിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് എല്ലാവരുടെയും കുട്ടിയായിട്ടാണ് പുള്ളി വളർത്തുന്നത്. ഇപ്പോൾ ഈ അടുത്ത് അവാർഡ് വാങ്ങിച്ചപ്പോഴത്തേക്കും അതിൽ പുള്ളിയുടെ പങ്ക് ഒരു 5% മാത്രമേ ഉള്ളൂ. ബാക്കി ഈ സൊസൈറ്റിയാണ് ആ ഒരു കുട്ടികളുടെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ കുട്ടീനെ വളർത്തുന്ന ആ സമയത്തും പുള്ളി പല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. മനസ്സിലായി, നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാർ ജസ്റ്റ് ഇതേപോലെ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പുള്ളി പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ്. പുള്ളിയുടെ സമയം അതിനുവേണ്ടി ചെലവഴിച്ച വ്യക്തിയാണ്. അപ്പം നമ്മൾക്ക് ഉണ്ണി വ്ളോഗ്സ് കുറച്ചും കൂടി റിസർച്ച് ചെയ്തെങ്കിൽ അത് പുള്ളി ചെയ്ത പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ പറയത്തില്ലായിരുന്നു. ഈ കുട്ടിയിൽ എന്തിനാണ് ഇയാൾ ഫോക്കസ് ചെയ്തത്? അപ്പൊ അവിടെ സ്നേഹം, കരുണ, വാത്സല്യം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ലേ? ഇനി സ്നേഹവും കരുണയും പരിപാടികളും ഒക്കെ ആ കുട്ടിയിലേക്ക് ഫോക്കസ് ചെയ്തത് പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ കുട്ടിയെ നോക്കുക എന്നുള്ളത് മിക്കപ്പോഴും അമ്മമാരുടെ മാത്രം പണിയായിട്ട് മാറാറുണ്ട്. മനസ്സിലായില്ലേ? അമ്മമാർ മാത്രം ഫുള്ളായിട്ട് കുട്ടിയെ നോക്കുക. എന്തെങ്കിലും കുട്ടി എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ അച്ഛന്മാർ വന്നിട്ട് അമ്മേനെ ഒന്ന് വഴക്ക് പറയുന്നത്, നീ നോക്കില്ല എന്നുള്ളതിൽ. അപ്പോൾ അതിനുള്ള ഒരു പ്രതിഷേധമായിട്ടും ആണ് പുള്ളിയുടെ മുഴുവൻ ടൈമും കൂടുതൽ സമയവും ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറേ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് പുള്ളിയുടെ ഒരു സ്വാർത്ഥ താല്പര്യം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കരുണ എന്നുള്ള സംഭവം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും പുള്ളി പല ഇൻ്റർവ്യൂസിൽ പറയുന്നത്, എൻ്റെ മകൾ ഇത്രയും ഇതിൽ അവാർഡ് വാങ്ങിച്ചതിൽ എന്താ പറയുക, എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് മാത്രം ഞാൻ കാണുന്നില്ല, അതിൽ 10% മാത്രമേ എൻ്റെ ക്രെഡിറ്റ് ഉള്ളൂ, ബാക്കി എല്ലാം ഈ ഒരു സൊസൈറ്റിയുടെ ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ വീഡിയോസിൽ പറയുന്നത്. ഒരു സംഘജീവിയുടെ സ്വാർത്ഥ ചിന്തകളാണ് എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം കനി കുസൃതിക്ക് എഴുതിയ കത്തുണ്ട്. നീ ഇൻഡിപെൻഡന്റ് ആയി, നിനക്ക് നീ സ്വന്തമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ശരി, സ്നേഹവും കരുണയും ഒന്നുമില്ല. മൈത്രേയന്റെ ഉള്ളിലും ഒരു സംഘജീവി എന്ന നിലയിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഉപകാരം എന്തെങ്കിലും തിരിച്ചു വരേണ്ട അല്ലെങ്കിൽ തന്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 20 വർഷം അയാൾ ആ കുട്ടിയെ വളരാൻ സഹായിക്കുമ്പോൾ സ്നേഹവും വാത്സല്യം ഒന്നും അല്ലേ, ഒരു സംഘജീവി എന്ന നിലയിൽ നാളെ നമുക്ക് ഉപകാരം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്തിനാണ് നീ ഇൻഡിപെൻഡന്റ് ആയി, ഇനി നിനക്ക് നിന്റെ ജീവിതം എനിക്ക് എന്റെ ജീവിതം എന്നുള്ള കത്ത് എഴുതാൻ പോയത്? അപ്പൊ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നല്ലേ? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്നേഹവും കരുണയും ദയൊക്കെ അല്ലേ? നേരത്തെ അത് രണ്ടും രണ്ട് ലെവലാണ്. മനസ്സിലായി. ഇവിടെ നമ്മളുടെ അച്ഛനമ്മമാര് മക്കളെ വളർത്തുന്നത് വയസ്സാകുമ്പോഴത്തേക്ക് അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുകയും അവർക്ക് ജോലി കിട്ടുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അച്ഛനമ്മനെ വിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ കേരളത്തിലാണ് അച്ഛനമ്മ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദുബായിൽ പോകേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു വാക്കുകളൊക്കെ അച്ഛനമ്മ പറയാറുണ്ട്, ഇവിടെ വയസ്സാകുമ്പോഴത്തേക്ക് നീ ഞങ്ങളെ വിട്ട് പോകണല്ലേ. അത് രണ്ടും രണ്ട് രീതിയിൽ, ഒരു കുട്ടിക്ക് വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലാണ് പല മാതാപിതാക്കളും അവരുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഡക്റ്റാണ്, ഞങ്ങൾ നോക്കണം വയസ്സാകുമ്പോഴത്തേക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൈസ ചിലവാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മാതാപിതാക്കൾ കുറേ ഉണ്ട് നമ്മളുടെ സമൂഹത്തിൽ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ സംഘജീവി എന്നുള്ള സംഭവമില്ല. പുള്ളി അതിന് വേറൊരു രീതിയാണ് കാണുന്നത്. സംഘജീവിയുള്ള രീതി ചെയ്യുമ്പോഴത്തേക്കും പുള്ളി ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു. നമ്മളുടെ നെയ്ബേഴ്സിനെ പോലും അന്യനായിട്ട് കാണുന്ന സമയത്ത് പുള്ളി ആ നെയ്ബേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ആരുടെ വീട്ടിൽ വേണമെങ്കിലും ചെല്ലാൻ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പുള്ളിയുടെ വീട്ടിലേക്ക് വരാനുള്ള സംഭവം ഒരു കാര്യങ്ങൾ പ്രക്രിയ പുള്ളിയുടെ ലൈഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പുള്ളിയുടെ കുട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതായത് കുട്ടികൾ എൻ്റെ പ്രൊഡക്റ്റാണ്, വയസ്സാകുമ്പോഴത്തേക്ക് എന്നെ നോക്കാനാണ് കുട്ടികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ അതിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ പൊതുവെ, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൈത്രേയൻ്റെ ഒരു എന്താ പറയുക ആ ഒരു കനിക്കുസൃതിനെ വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ടത് വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടി അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ഇതിൽ മിക്സ് ചെയ്യേണ്ടി പറ്റും. കുറേ കാര്യങ്ങൾ പുള്ളി ഒരു പ്രതിഷേധമായിട്ട് പുള്ളിയുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ പുള്ളി ഇതേപോലെ തന്നെ എന്താ പറയുക പരിണാമപരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഇണക്കിയും ഇണങ്ങിയും ജീവിക്കുക എന്നുള്ള വേർഡ്സൊക്കെ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ലെവലിലും പുള്ളിയുടെ ഇതിൽ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ആദ്യം ചെയ്തതും അതല്ലേ. അയാൾക്ക് തിരിച്ചൊന്നും വേണ്ടായിരുന്നു. ഏതോ ഒരു ടൂറിസ്റ്റിന്റെ, ഒരു പരിചയമില്ലാത്ത ഒരു ടൂറിസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബലിയാടാവുകയായിരുന്നു. 20 വർഷം തന്റെ മറ്റ് ആസക്തികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് അംബാനിയാണ് കോടീശ്വരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ ഭാര്യയിൽ ഒതുങ്ങി ജീവിതം നശിച്ചു എന്നുള്ളതാണ്. അംബാനി 50,000 കോടി ഉണ്ടാക്കിയാൽ ഒരു ഭാര്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയണമെന്ന് മാത്രമേ തെളിയത്തുള്ളൂ, അല്ലാതെ വേറെ ഇല്ല. ആ ഘട്ടം എന്തിനാണ് ഈ കാശ് ഉണ്ടാക്കുന്നത് അറിഞ്ഞുകൂടാത്ത ഒരു കോന്തനാണ് അംബാനി. അങ്ങനെ ഒരാൾ 20 വർഷം തന്റെ ആസക്തികളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആ കുട്ടിയെ വളർത്തി വലുതാക്കിയതിനു ശേഷം ആ കത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ അതൊരു സംഘജീവിയുടെ ചിന്ത. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നത്, അംബാനി ഇത്രയും വലിയ കോടീശ്വരനാണെന്നുണ്ടെങ്കിലും എന്താണ് കുട്ടികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ മണ്ടനാണെന്നുള്ളത്. അപ്പോൾ അത് ഏത് പെർസ്പെക്റ്റീവിലാണ് പുള്ളി പറഞ്ഞതെന്നുള്ളത് ആരും ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ആ ഒരു ആൻസർ പുള്ളി പറഞ്ഞു, അതിനെ അഗെയിൻസ്റ്റ് വിമർശിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, അപ്പം ഞങ്ങൾ വേറെ കുട്ടികൾ ഉണ്ടാകാണ്ടിരിക്കുന്നത് ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് പുള്ളിയോട് ചോദിക്കുക, നിങ്ങൾ ഏത് കോണ്ടക്സ്റ്റാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഉത്തരം കേട്ടിട്ട് നമ്മൾ അതിനെ വിമർശിച്ചാൽ പോരെ. എനിക്ക് തോന്നുന്നത് മിക്കവാറും പുള്ളി ഈ ഒരു എവല്യൂഷൻ ബന്ധപ്പെട്ടിട്ടായിരിക്കും പുള്ളി പറഞ്ഞിട്ടുള്ളത്. കാരണം എവല്യൂഷൻ ബന്ധപ്പെട്ട് കൂടുതൽ എന്താണ് ഈ റിസോഴ്സ് ഉള്ള ആൾക്കാർ കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളത് പുള്ളിയോട് തന്നെ ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് വിമർശിച്ചെങ്കിൽ കുറച്ചും കൂടി നല്ലതായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വിചാരിക്കാം. പക്ഷെ എഴുതി അവളെ സ്വതന്ത്രയാക്കി വിട്ടില്ലേ. അതിനിപ്പോഴും അവര് ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കനികുസൃതി ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ടൊരു ഓർമ്മയുണ്ട്. ആ വിളികൾ എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? നാളെ ഞാൻ വീഴുമ്പോൾ എന്നെ സഹായിക്കാൻ നീ ഓടി വരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? സംഘജീവൻ അങ്ങനെ ഒരിക്കലും പറയാൻ തോന്നില്ല. ഞാൻ വീഴുമ്പോഴത്തേക്കും നീ എന്നെ നോക്കുന്നത് പറയാൻ തോന്നില്ല. കാരണം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പുള്ളിയുടെ കുട്ടീനെ വളർത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അതിൽ ആ ഒരു കനികുസൃതി എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി അതിൽ പല എന്താ പുള്ളിക്കാലത്തിലെ രാഷ്ട്രീയം പല മൂവീസിലൂടെയും പല ഇൻ്റർവ്യൂസിലൂടെയും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. നമ്മൾ ചെയ്യാനും
പഠിക്കുന്ന പല കാര്യങ്ങളും വളരെ ധൈര്യപൂർവ്വമായിട്ട് കനികശ്രുതി പുള്ളിക്കാരത്തിൻ്റെ സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ നല്ലൊരു പൗരബോധമുള്ള ഒരു കുട്ടിനെയാണ് പുള്ളി ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്വാർത്ഥതയാണോ, അവർ സുഖമായിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്നറിയാന്നുള്ളതല്ലേ? അതിലെവിടെയും സ്നേഹമില്ലേ, അതിലെവിടെയും കരുണയും ദയയും ഒന്നുമില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നത് മൈത്രേയൻ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, അതായത് ഈ പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള കല്യാണ പരിപാടി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു സാധാരണ രീതിയിൽ ജീവിക്കേണ്ട ജീവിതമൊക്കെ അയാൾ ജീവിച്ചു തീർത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മാരേജ് അല്ലെങ്കിൽ മൈത്രേൻ്റെ കുറച്ച് പേഴ്സണൽ ലൈഫായിട്ട് പറഞ്ഞു പോകാറുണ്ട്. അതായത് എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെ മൈത്രേയൻ ജീവിച്ച് പുള്ളിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് എനിക്ക് അതിൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. അതൊരു വ്യക്തിയുടെ കാര്യമാണ്, മനസ്സിലായി, ഒരു പേഴ്സണായിട്ടുള്ള കാര്യമാണ്. അതിൽ ഉണ്ണി പറയുന്ന ഈ കാര്യങ്ങൾ എനിക്ക് യോജിപ്പില്ല. എനിക്ക് കുറച്ചും കൂടി മൈത്രേയൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഏത് രീതിയിലാണ് പുള്ളിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അതേപോലെ തന്നെ പുള്ളിക്ക് വേണ്ടിയുള്ള സമയം പോലും മാറ്റിവെച്ചിട്ട് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ണി വ്ലോഗ്സ് പറയുന്നത്, നമുക്ക് അതും കൂടി നോക്കാം. വേണ്ടതൊക്കെയോ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല, മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന് പകരം വെക്കാൻ എന്താണ് മൈത്രേയന്റെ കയ്യിലുള്ളത്? അയാളുടെ ജീവിതം കൊണ്ട് അയാൾ എന്താണ് നമുക്ക് പകരം വെച്ച് കാണിച്ചു തന്നിട്ടുള്ളത്? മാത്രമല്ല, നമ്മൾ മൈത്രേയന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അയാൾ ഒരിക്കലും കാണാതെ പോകുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മനുഷ്യനാണെന്ന് തെളിയിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ പലതരം സെക്ഷുവാലിറ്റിയിലുള്ള ആളുകളെ അയാൾ ക്യാൻസൽ ചെയ്യാണ്. കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിവില്ലാതായിട്ടുള്ള ആളുകളെയും അദ്ദേഹം ക്യാൻസൽ ചെയ്യാണ്. ഇതിൽ പലതരം സെക്ച്വാലിറ്റിയിലുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ആ പുള്ളിയുടെ ലൈഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ പുള്ളി കുറേ സമയം ട്രാൻസ്ജെൻഡേഴ്സ്, നമ്മൾ ഒരു സമയം വരെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്ന പ്രൈഡ് ഡേയും അതേപോലത്തുള്ള അതിനോട് അനുബന്ധിച്ചുള്ള റാലിയൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അത് ഗവൺമെൻറ് പരിഗണനയിൽ പെടുത്താൻ വേണ്ടിയിട്ട് കുറേ അധികം പ്രവർത്തിച്ച വ്യക്തിയാണ് മൈത്രേയൻ. അതിൽ കൂടുതലും നമ്മൾ ഇൻ്റർവ്യൂസ് നോക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അടിസ്ഥാനരഹിതമായിട്ട് അല്ലെങ്കിൽ വിവരമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ണി വ്ലോഗ്സ് പറയുന്നത്. പുള്ളിക്ക് കൂടുതലായിട്ട് ഒന്നുകൂടി റിസർച്ച് ചെയ്തെങ്കിൽ ഇതിലൊക്കെ പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ഇതിനൊക്കെ അപ്പുറം കുടുംബം വേണ്ടെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെയുള്ള ദളിത് വിഭാഗത്തിനെയും കുടുംബം വേണ്ട എന്നുള്ളൊരു പ്രഖ്യാപനം എന്നല്ല. പുള്ളിയുടെ മൈത്രേയൻ്റെ കോൺസെപ്റ്റിൽ കുടുംബം എന്ന് പറയുന്നത് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് കുടുംബം. ഒരു കുട്ടി 18 വയസ്സാകുമ്പോഴത്തേക്കും പൗരനാകുന്നുണ്ട്. പുള്ളി 20 വയസ്സ് വരെ പുള്ളിയുടെ കുട്ടീനെ വളർത്തി എന്നുള്ള രീതിയും പറയുന്നുണ്ട്. ആ വളർന്നതിനെ കുട്ടീനെ പിന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ക്വസ്റ്റ്യൻ, മനസ്സിലായില്ലേ? ഇവിടെ പല മാതാപിതാക്കളും ചെയ്യുന്ന അതാണ്. കുട്ടിക്ക് 18 വയസ്സായാലും 20 വയസ്സായിട്ടുണ്ടെങ്കിലും ഒരു അവൻ ഡിഗ്രി ഗ്രാജുവേഷൻ ഏത് ചെയ്യണമെന്ന് പല മാതാപിതാക്കളും തീരുമാനിക്കുന്നു. ഏത് കോളേജ് ചെയ്യണമെന്ന് കുട്ടികളുടെ ഫ്രീഡത്തിന് വിടുന്നില്ല. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ആർട്ട് രീതിയിലായിരിക്കും അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ സ്പോർട്സ് രീതിയിലായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ വളർന്നു കഴിഞ്ഞ കുട്ടീനെ പിന്നെയും വളർത്തണം, നീ അതും നീ എഞ്ചിനീയറിംഗ് പോകും അല്ലെങ്കിൽ മെഡിക്കലിന് പോകും എന്നുള്ള രീതിയിലേക്കൊക്കെ തള്ളിവിടാറുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ ആ ഒരു കുട്ടിക്കുണ്ടാവുന്ന സ്വാതന്ത്ര്യം പല കുടുംബങ്ങളിലും ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞത്. അതിനുശേഷം എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് മാരേജ് എന്നുള്ള സംഭവം. അപ്പോൾ ഈ മാരേജിനും ഈ കുട്ടികളുടെ സ്വാതന്ത്ര്യം നോക്കുന്നില്ല. അത് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിനെ പിടിച്ചിട്ടാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. അവർക്ക് പല മാതാപിതാക്കളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. സ്വന്തം കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം ചെയ്ത് കൊടുക്കാതെ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനാണ് നിന്നെ ഇത്ര നാളം വളർത്തിയത്, അപ്പം നിനക്ക് വേണ്ട ആളെ ഞാൻ നോക്കി തരുന്നുള്ള രീതിയിലൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളും കൂടി നമുക്കിതിൽ അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അടിസ്ഥാന വർഗ മനുഷ്യരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞൊരു 100 വർഷമെങ്കിലുമേ ആയിട്ടുള്ളൂ ഒരു കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് അവർ വളർന്നു തുടങ്ങിയിട്ട്. ഒരു വീടുണ്ടാവുക, അവിടെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കുടുംബമൊക്കെ ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, എന്തിനുണ്ടാക്കി എന്നുള്ള കാര്യങ്ങളും കൂടി ഉണ്ണി കുറച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമ്മ എന്ന ഫിഗേഴ്സ് ഉണ്ടാവുക, മക്കളുണ്ടാവുക, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഒരാൾ ജോലിക്ക് പോയതിനു ശേഷം വൈകുന്നേരം തിരിച്ചു വരിക, ഫാമിലിയോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, അവിടെ കുറെ വിശ്വാസങ്ങളും ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്തുടരുക എന്നൊക്കെ പറയുന്ന ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് ഇന്ത്യയിലെ ദളിതരും അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഒന്നും അവരൊന്നും എത്തിയിട്ട് അധികം അത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ എത്താൻ വേണ്ടിയിട്ടാണ് പുള്ളിയെ പോലെ പല ആൾക്കാരും പ്രവർത്തിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉണ്ണി പറയുന്നത് വളരെ പുള്ളി ആ സൈഡൊന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്. പുള്ളി ആ സൈഡ് കൂടി കണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ആയിട്ടില്ല. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ദളിത്
പുള്ളി അത് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് പരിചയമുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടുള്ള അച്ഛനമ്മയോട് സംസാരിക്കാന്നുള്ളത്. പുള്ളി സംസാരിച്ച വ്യക്തിയാണ്. പുള്ളി സംസാരിച്ച് പല കാര്യങ്ങളും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് പെടുത്തിയതും പല പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി മൈത്രി എന്നുള്ള ആ ഒരു വ്യക്തിയിലേക്ക് കുറച്ചും കൂടി റിസർച്ച് ചെയ്തെങ്കിൽ ഈ ഒരു തെറ്റുകാരണങ്ങൾക്ക് ഒഴിവായാനെ. ഇതേപോലുള്ളൊരു അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരമില്ലായ്മ ഇതിലൊന്നും പറയേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ചോദിക്കാം. അങ്ങനെ അല്ലാത്ത ആളുകളുടെ കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരുന്നില്ല ഇപ്പുറത്തെ സൈഡിലെ കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രഗിൾസ് വേറെ ആയിരുന്നു. മൈത്രേയൻ ടാർഗറ്റിംഗ് അവിടുത്തെ സ്ട്രഗിൾസ് വേറെയാണെന്നുള്ളത് ബോധ്യമുള്ള വ്യക്തിയാണ്. ഇപ്പോഴും ആ ഒരു വിഭാഗത്തിന് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആ നരിവേട്ട സിനിമയിൽ കണ്ട പോലെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഇപ്പോഴും ഭൂമി കൊടുത്തപ്പോഴത്തേക്കും അത് കൈവശാവകാശ രേഖയാണ് കൊടുത്തിരിക്കുന്നത്, അത് പട്ടയമാക്കി കൊടുത്തിട്ടില്ല. അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അതെല്ലാം അറിയുന്ന ആൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അവരെ പോയി കണ്ട് സംസാരിക്കുന്ന രീതിയിൽ അത് കൂടുതൽ ആ ഒരു വ്യക്തിനെ പറ്റി റിസർച്ച് ചെയ്യണതിൻ്റെ അപാകതയിലാണ് ഉണ്ണി വ്ലോഗ്സ് സംസാരിക്കുന്നത്. ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്ക് ഇവരാരും എത്തിയിട്ടില്ല. ആദ്യം ഞങ്ങളൊരു കുടുംബമായിട്ട് കുറച്ചാൾ ജീവിക്കട്ടെ, ഒരു 10-30 വർഷം നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കുടുംബം എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെന്റിനെ പിരിച്ചുവിടാം എന്ന് കുറച്ച് ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈത്രേയൻ എങ്ങനെയാണ് അതിനെ എതിർക്കാൻ പറ്റുക? നിങ്ങൾ കുടുംബത്തിനെ പിരിച്ചുവിടണം എന്നുള്ള രീതിയിലല്ല പുള്ളി പറയുന്നത്, മനസ്സിലായില്ലേ? എന്നുള്ള ഈ ഒരു കുടുംബ വ്യവസ്ഥയിൽ സ്വന്തം ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു അമ്മയമ്മ മരുമോൾ എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള രീതിയിൽ അതിൽ ഈ പെടുന്നൊരു വിഭാഗത്തിനുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ല. പലതും പല കുടുംബങ്ങളിൽ തന്നെ ഡെമോക്രാറ്റിക് അല്ല, ജനാധിപത്യമല്ല. അതിൽ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും അതിലെ ഏറ്റവും കുടുംബത്തിൽ ആരാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ അച്ഛൻ എന്നുള്ള വ്യക്തിയുടെ അഭിപ്രായം മാത്രമായിരിക്കും ആ ഒരു കുടുംബത്തിൽ പരിഗണിക്കുക. കുട്ടികളുടെ കാര്യങ്ങളിൽ അവർ പറയുന്ന പല ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും എല്ലാം ഒറ്റ ആളുടെ ഇതിലേക്ക് പോകും. ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രീതിയിലാണ് പല കുടുംബങ്ങളും പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിന് അഗെയിൻസ്റ്റായിട്ട് ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് പുള്ളി ആ ഒരു കുടുംബം പിരിച്ചുവിടൽ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് പുള്ളി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അതിനുള്ളൊരു തോട്ട്. അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആധുനിക മനുഷ്യന്റെ വീക്ഷണങ്ങളൊക്കെ ഉള്ള ഒരു ജീവിയാണ്, അപ്പൊ എന്നെ വിമർശിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിക്കുക. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യാത്ര മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇദ്ദേഹം എവിടെയും സംസാരിക്കുന്നില്ല. ജാതീയമായ വേർതിരിവുകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ജാതിയേ ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള വേർതിരിവിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കൂടുതലും സംസാരിച്ചിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാവരിലേക്കും പോകേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ മാത്രം കുന്നൂട്ടി വെച്ചിട്ട് കാര്യമില്ല, പല ആൾക്കാരുടെയും ലൈഫിലേക്ക് അത് പോകേണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് പുള്ളി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒന്നും കാണാതെയാണ് ഉണ്ണി വ്ലോഗ്സ് വന്നിട്ട് വന്നിരുന്ന് പറയുന്നത്. വേറൊരു തരത്തിലാണ് മൈത്രേയൻ അവതരിപ്പിക്കുന്നത്. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് കുടുംബത്തെ കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും വിവരമുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് കേൾക്കുന്ന 10-14 വയസ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അച്ഛനമ്മമാർ പറയുന്ന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള പല വാല്യൂസിനെ നമുക്ക് എതിർക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അവർ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛനമ്മക്ക് വിവരമില്ല എന്നുള്ള ഇതിൽ തെറ്റിദ്ധരിക്കുന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇത്രയും അറിവും വിവരവുമുള്ള ഉണ്ണി വ്ലോഗ്സിനെ ഫസ്റ്റ് തെറ്റിദ്ധരിച്ച്. ഇതിൽ വിവരം എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫോർമേഷൻ എന്ന് മാത്രമാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് വിവരമില്ലായ്മ എന്ന് പറയുമ്പോഴത്തേക്കും അവൻ മണ്ടനാണ്, പൊട്ടനാണ്, അല്ലെങ്കിൽ ആ ഒരു ലേബലുള്ള ഉദ്ദേശിച്ചത്. വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ ഇല്ലായ്മ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇല്ലാത്തൊരു ആ ഒരു ഇതായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നും മനസ്സിലാക്കാതെയാണ് ഉണ്ണി വ്ലോഗ്സ് ഈ 14 വയസ്സുള്ള കുട്ടിയുടെ കാര്യമൊക്കെ പറയുന്നത്. ഇവർക്കൊന്നും അറിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയം. ആ ഏജ് ഗ്രൂപ്പ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ആളുകൾക്കും ചിലപ്പോൾ ഫീൽ ചെയ്യും മൈത്രേയനാണ് ശരി എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഉദാഹരണങ്ങളാണ് ഇതിൽ ഏറ്റവും രസം. അച്ഛനും അമ്മയ്ക്കും ഒന്നും വിവരമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. കാരണം ഈ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആരാണ് അമ്മയെ വിളിച്ച് ചോദിക്കാറുള്ളത്? ഒരു പാലം പണിയുമ്പോൾ ആരാണ് അച്ഛനെ വിളിച്ച് ചോദിക്കാറുള്ളത്? അതാ പറയുന്നത്, അവർക്കൊന്നും വിവരമില്ലെന്നേ. അവർക്ക് വിവരമില്ല എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. ലോകത്തുള്ള എല്ലാ അമ്മമാരും അത് ഉണ്ണി പറയുന്നതിൽ ഈ വിവരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ കാണാൻ നോക്കിയാൽ ശരിയല്ലേ? കാരണം ഇപ്പം ഞാനൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇൻഫോർമേഷൻ എനിക്കുണ്ട്. സെയിം ഇൻഫോർമേഷൻ എൻ്റെ അമ്മയ്ക്ക് അച്ഛനില്ല. കാരണം അവർ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ ജോലിയാകുമ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് വിവരമില്ലെന്ന് പറയുന്നത്. അത് പുള്ളിയുടെ പല വീഡിയോസ് പറയുന്നുണ്ട്. വിവരമില്ലായ്മ എന്നുള്ളതിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് ഇൻഫോർമേഷൻ ഇല്ലെന്ന് തന്നെയാണ്, അല്ലാണ്ട് അയാൾ പൊട്ടനാണ് മണ്ടനാണെന്നുള്ള രീതിയിലല്ല. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ
എന്താ പറയുക, ആ ഒരു അച്ഛനും അമ്മയ്ക്കും കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും വിവരമുള്ള ആൾക്കാരായിട്ട് മാറും. ഈ ഒരു മേഖലയിൽ. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളല്ല, അല്ലെങ്കിൽ വിവരമുള്ള എല്ലാവരും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നവരല്ല. അതുമല്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാത്തവരൊന്നും വിവരമില്ലാത്തവരാ. വിവരം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇൻഫോർമേഷൻ്റെ ലേബിളിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ. ഇപ്പോൾ എനിക്ക് സർജറിയിലാണ് വിവരം, അതും ഓരോ കാറ്റഗറി. ഒരാളുടെ ഇഷ്ടം ഏതിലാണ്, ഒരാളുടെ പാഷൻ ഏതിലാണ്, അതിൽ ബന്ധപ്പെട്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവുക. ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ ഒരു വ്യക്തിക്ക് എന്താ പറയുക, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിവരം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് മൈത്രേയൻ വിവരമില്ല, അച്ഛനമ്മയ്ക്കും വിവരമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അച്ഛനമ്മയ്ക്കും വിവരമുണ്ട്, ഏത് തരത്തിലുള്ള വിവരം, പഴയ ഒരു കാലഘട്ടത്തിലുള്ള വിവരം, മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസാണ് ഇന്നുള്ള പല മാതാപിതാക്കളുടെയും ഉള്ളത്. അപ്പോൾ അത് ലേറ്റസ്റ്റ് ഇൻഫോർമേഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത് പല മാതാപിതാക്കൾക്കും പല എന്താ പറയുക മോറൽ വാല്യൂസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫോർമേഷനും എടുക്കത്തില്ല. ഇവരുടെ മോറൽ വാല്യൂസിനെ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ എടുക്കത്തില്ല. ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ കൂടുതലും മാതാപിതാക്കൾ എടുക്കാറുള്ളൂ. അത് നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. സ്കൂളിൽ പോയിട്ട് അറിവ് സമ്പാദിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏത് തരത്തിലുള്ള അറിവാന്നുള്ളത് നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഫാമിലി സ്കൂളിൽ പോയി പഠിക്കണം, അറിവ് സമ്പാദിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ എവല്യൂഷൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും എവല്യൂഷൻ ഒന്നുമില്ല. ആ എവല്യൂഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെറുതെ പഠിപ്പിച്ചെന്നുള്ള രീതിയിലുള്ളൂ. നീ ഈ ഒരു റിലീജിയസ് ആയിട്ടുള്ള സംഭവം മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇൻഫോർമേഷൻ, വിവരം എന്നുള്ള സംഭവത്തിൽ ഇൻഫോർമേഷൻ മാത്രമേ അർത്ഥമുള്ളൂ. എന്ന അർത്ഥമില്ല. ഇത് എന്ത് ഉദാഹരണമാണ്, എന്ത് വിവരം കെട്ട ഉദാഹരണമാണ് മൈത്രേയൻ പറയുന്നത്. പാലംപണിയുടെ ശാസ്ത്രീയ വശം അറിയാത്ത അച്ഛന്മാരൊക്കെ വിവരമില്ലാത്തവന്മാരാണ്. ഇതൊക്കെ അതെ, പാലംപണിയുടെ ശാസ്ത്രീയ വശമില്ലാത്ത അച്ഛന്മാർ വിവരമില്ലാത്തത് തന്നെയാണ്. പാലം പണിയാൻ അവർക്ക് അറിയത്തില്ല. ആ ഒരു ടാഗിൽ മാത്രമാണ് മൈത്രേയൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ അവർക്ക് വേറെ ഒന്നിനെ പറ്റിയിട്ടുള്ള വിവരം ഉണ്ടെന്ന് ഇല്ല എന്നുള്ള രീതിയിലല്ല. അവർക്കുള്ള വിവരം കുറച്ചും കൂടി ഔട്ട്ഡേറ്റഡ് ആണ്. അത് അവർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ്. പോട്ടെ, ഈ പറയുന്ന ഡയലോഗ് എല്ലാം പറഞ്ഞ ശേഷം മൈത്രേയൻ സ്വന്തം കുട്ടിയെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അയക്കുന്നുണ്ട്. എന്നാൽ മൈത്രേയന് വിവരമില്ലേ? മൈത്രേയന് വിവരമില്ല എന്നാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന വിവരക്കേടുകൾ ആളുകൾ ചോദ്യം ചെയ്യില്ലേ? ചോദ്യം ചെയ്യൽ ഉണ്ടാകുമ്പോഴേക്കും എന്നെ ആരും ചോദ്യം ചെയ്യാൻ സ്വന്തം കുട്ടിയെ വിദ്യാലയത്തിൽ അയക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പുള്ളിനോട് ചോദിക്കണം. എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകൾ പുള്ളിയുടെ ലെവലിലേക്കുള്ള രീതിയിൽ വളർന്നിട്ടുള്ള രീതിയിൽ ഒരു കുട്ടിനെ വീട്ടിൽ മാത്രം അടിച്ചമർത്തപ്പെട്ട് വീട്ടിൽ പൂട്ടിയിട്ടൊരു കാര്യമുണ്ടോ അല്ലേ? അത് എന്താ പറയുക, നാളെ സമൂഹത്തിൽ ഇറങ്ങി പല ആൾക്കാരുടെയും ഇടയിൽ ജീവിക്കാനായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ സ്കൂളുകൾ ഫുള്ളായിട്ട് അടിച്ചമർത്തുകയല്ല, അതിൽ കുറേ കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. സ്കൂളിൽ എന്താ പറയുക, ഗേൾസിനെ ബോയ്സിനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് തടയുന്നത്, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗേൾസിന് ഒരു സ്കൂൾ, ബോയ്സിന് ഒരു സ്കൂൾ, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്കൂൾ കൾച്ചറാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനൊക്കെയാണ് മൈത്രേയൻ വിമർശിക്കുന്നത്. അപ്പോൾ അതല്ലാതെ സ്വന്തം കുട്ടിനെ സ്കൂളിൽ ചേർത്തത് അത് വേറെ പല കാര്യങ്ങൾക്കാണ്. നാളെ അവൾ ഈ കുട്ടികളുടെ ഇടയിൽ എന്താ പറയുക ഇറങ്ങി പ്രവർത്തിക്കുക അല്ലെങ്കിൽ പല ആൾക്കാരായിട്ടും മിങ്കിൾ ചെയ്ത് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലാണ്. പാടില്ല, അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അരാജകത്വം മാറട്ടെ, രാജാവ് എന്ന് പറയുന്ന പരിപാടി മാറട്ടെ എന്ന് പറയുകയും പക്ഷെ ഒരു രാജാവിനെ പോലെ വന്നിരുന്ന് ഞാൻ പറയുന്ന എല്ലാം അംഗീകരിച്ചാൽ മതി, തിരിച്ച് ചോദ്യം ചോദിക്കരുത് എന്ന് പറയുന്ന മൈത്രേയൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈത്രേയന് നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെ ആ ഒരു ഇതിന് സ്റ്റേറ്റ്മെന്റുള്ള കാര്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് പുള്ളി ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോഴത്തേക്കും ഈ എവല്യൂഷൻ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ള ആൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ 10 ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ഷോയുടെ ഡയറക്ടർ ഈ ക്വസ്റ്റ്യൻസ് എഴുതി തന്ന രീതിയിൽ പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്ക് ദേഷ്യം കയറുന്നത്. അത് പുള്ളിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യം ചെയ്യാൻ പറ്റുക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളുകളിലേക്കൊക്കെ പോകുന്നത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നന്നായി അടുത്ത തലമുറയ്ക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് അവരെ മികച്ച സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് വിവരം ഉള്ളതുകൊണ്ടല്ലേ. എന്നാൽ അതേസമയം അദ്ദേഹം അപ്പോൾ ഇത് ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ നിർത്താം. അപ്പോൾ ഇതിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും വിദ്യാഭ്യാസം എന്തിനാണ് വിദ്യാഭ്യാസം? ഒരു എംപ്ലോയിനെ വാർത്തെടുക്കാനായിട്ടാണോ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിനെ വാർത്തെടുക്കാനായിട്ടാണോ? കൂടുതൽ സ്കൂളുകളും ചെയ്യുന്നത് ഒരു എംപ്ലോയിനെ വാർത്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഒരു പൗരബോധമുള്ള ഒരു വ്യക്തിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള രീതിയിലുള്ള സ്കൂളുകൾ വളരെ ചുരുക്കമാണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പല സ്കൂളുകളിലെയും ഡിസിപ്ലിനാണ് പഠിപ്പിക്കുന്നത്.
പ്രതികരണ ശേഷിയില്ലാത്ത കുട്ടികളെയാണ് പല സ്കൂളുകളിലും കൊണ്ടുവരുന്നത്. ഒരു കാര്യം കണ്ട് നീ ഇങ്ങനെ ചെയ്യരുത്, നിൻ്റെ അച്ഛനമ്മനെ പറ്റി ഓർക്കണം, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിനെ പറ്റി ഓർക്കണം, നീ പ്രതികരിക്കരുത് എന്നുള്ള രീതിയിൽ ഒക്കെയാണ് പല സ്കൂളുകളിലും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൂടിയാണ് മൈത്രയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റി ഞാൻ ഇത്രയും മാത്രം റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉണ്ണി വ്ളോഗ്സിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പല വീഡിയോസും ഉണ്ണി വ്ളോഗ്സ് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ചും കൂടി ഇൻഫോർമേഷൻ ഉള്ളത് കൊണ്ടിട്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവരം എന്ന് പറഞ്ഞത് ഇൻഫോർമേഷനാണ്. അപ്പോൾ എനിക്കുള്ള ഇൻഫോർമേഷൻ ഉണ്ണിക്ക് ഈ ഒരു രീതിയിൽ കുറവാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും വരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.